എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. 10th ഫിസിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. രണ്ടാമത്തെ ചാപ്റ്റർ ലെൻസസ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്, അതായത് ലെൻസ് സമവാക്യം അല്ലെങ്കിൽ ലെൻസ് ഇക്വേഷൻ. അപ്പോ നമ്മൾ ലെൻസ് ഇക്വേഷൻ പഠിക്കുമ്പോൾ പ്രധാനമായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ ഒബ്ജക്റ്റിലേക്കുള്ള വസ്തുവിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ ഇമേജിലേക്കുള്ള ദൂരം, പ്രതിബിംബത്തിലേക്കുള്ള ദൂരവും അതുപോലെ തന്നെ ഈ ഫോക്കസ് ദൂരവുമാണ് നമ്മൾ പ്രധാനമായിട്ടും കൺസിഡർ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? നമുക്കറിയാം ഇവിടെ OB എന്ന് പറഞ്ഞിരിക്കുന്നത് എന്താണ്? OB എന്ന് വെച്ചാൽ വസ്തുവാണ്, ഒബ്ജക്റ്റ് ആണ് അല്ലെ. അപ്പം ഈ എല്ലാ അളവുകളും നമ്മൾ എപ്പോഴും എടുക്കുന്നത് ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് കേട്ടോ. ഇവിടുന്ന് ഒപ്റ്റിക് സെന്ററിൽ നിന്നാണ് നമ്മൾ എല്ലാ അളവുകളും എടുക്കുന്നത്. അപ്പോ ഈ ഒപ്റ്റിക് സെന്ററിൽ നിന്ന് വസ്തുവിലേക്കുള്ള ദൂരം ഇവിടെ ഏത് വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? U വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ക്ലിയർ ആയോ? ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം നമ്മൾ ഏത് വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്? U വെച്ചിട്ടാണ് കേട്ടോ. ജനറലി വസ്തുവിലേക്കുള്ള ദൂരം നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ഏത് ലെറ്റർ വെച്ചിട്ടാണ്? U വെച്ചിട്ട്. തന്നെ I എന്ന് വെച്ചാൽ ഇമേജ് ആണെന്ന് നമ്മൾ പറഞ്ഞു ഇല്ലേ, അതായത് പ്രതിബിംബം. പ്രതിബിംബത്തിലേക്കുള്ള ദൂരം ഏതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്? V. ഇമേജ് ഡിസ്റ്റൻസ്, പ്രതിബിംബത്തിലേക്കുള്ള ദൂരം നമ്മൾ ഏത് വെച്ച് റെപ്രസെന്റ് ചെയ്യും? ഏത് ലെറ്റർ വെച്ചാണ്? V വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ F കൊടുത്തിട്ടുണ്ട്. F എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫോക്കസ് ഉണ്ടല്ലോ, ഫോക്കസിലേക്കുള്ള ദൂരം, അതായത് ഫോക്കൽ ലെങ്ത് അല്ലെ. ഫോക്കൽ ലെങ്ത് അതേതാണ്? F വെച്ചിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പൊ ഈ 3 ടേംസ് വെച്ചിട്ടാണ് നമ്മൾ ലെൻസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യുന്നത്. ഇനി നമ്മൾ പ്രോബ്ലം ഒക്കെ ചെയ്യാൻ നേരത്ത് നമ്മൾ യുവും വിയും എഫും ഒക്കെ എടുക്കും. നമുക്കറിയാം ഓരോ പർട്ടിക്കുലർ വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. പക്ഷെ നമ്മൾ പ്രോബ്ലം ചെയ്യാൻ നേരത്ത് അവിടെ വേറെ ചില ചെറിയ കാര്യങ്ങൾ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ചിഹ്നം കൂടെ നമ്മൾ പരിഗണിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോ ആ ചിഹ്നങ്ങൾ നമ്മൾ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ അതിന് ചില റൂൾസുകളുണ്ട്, ചില നിയമങ്ങളുണ്ട്. അപ്പൊ അതാണ് കാർട്ടീഷ്യൻ ചിഹ്ന രീതി എന്ന് പറയും കേട്ടോ. കാർട്ടീഷ്യൻ സൈൻ കൺവെൻഷൻ റൂൾ എന്നാണ് അതിനെ പറയുന്നത്. എന്തൊക്കെയാണ്? all distances should be measured from the optic center of the lens. ലെൻസിന്റെ പ്രകാശീയ കേന്ദ്രത്തിൽ നിന്നാണ് എല്ലാ ദൂരങ്ങളും അളക്കേണ്ടത്. ഇനി ഡിസ്റ്റൻസസ് മെഷേർഡ് ഇൻ ദ സെയിം ഡയറക്ഷൻ ആസ് ദ ഇൻസിഡന്റ് റേ should be considered as positive and those in the opposite direction should be considered as negative. പതനരശ്മിയുടെ അതേ ദിശയിൽ എങ്ങനെയാണ് അളക്കുന്ന ദൂരങ്ങൾ പോസിറ്റീവും അല്ലാത്തവ എതിർ ദിശയിലുള്ളത് നെഗറ്റീവായിട്ടും പരിഗണിക്കണം. Distance measured above the optic axis should be considered as positive, below should be considered as negative. പ്രകാശീയ അക്ഷത്തിന് മുകളിലേക്ക് അളക്കുന്ന അളവുകൾ പോസിറ്റീവ് ആണ്. പ്രകാശീയ അക്ഷത്തിന് മുകളിലേക്ക് പോസിറ്റീവും താഴേക്കുള്ളവ എങ്ങനെയാണ്? നെഗറ്റീവ് ആയിട്ടുമാണ് എടുക്കേണ്ടത്. അതനുസരിച്ചിട്ട് വേണം നമ്മൾ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാൻ. ഇനി നമുക്ക് നോക്കാം നമ്മുടെ ലെൻസ് ഇക്വേഷൻ എന്താന്നുള്ളത്. ലെൻസ് ഇക്വേഷൻ ഫോം ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു 3 ടേമുകളാണ് വേണ്ടത്. അതായത് F വേണം, U വേണം, V വേണം. F എന്ന് വെച്ചാൽ ഫോക്കൽ ലെങ്ത് ആണ്. U എന്താണ്? ഒബ്ജക്ട് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള ദൂരം. V എന്ന് വെച്ചാൽ ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസും ആണ്. ക്ലിയർ ആയല്ലോ? അപ്പൊ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. ഇതാണ് ആ ലെൻസ് ഇക്വേഷൻ എന്ന് പറയുന്നത്. The position of the image formed by a lens is determined by the position of the object and the focal length of the lens. ആണല്ലോ? അപ്പൊ നമുക്കൊരു പ്രതിബിംബം ഉണ്ടാകുന്നത് എങ്ങനെയാണ്? വസ്തുവിന്റെ സ്ഥാനം, എവിടെയാണ് വസ്തു ഇരിക്കുന്നത്, അതുപോലെ ലെൻസിന്റെ ഫോക്കൽ ലെങ്ത്, ഇതിനെ രണ്ടിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും എവിടെയാണ് ഇമേജ് ഉണ്ടാകുന്നത് എന്നുള്ളത്. അല്ലെങ്കിൽ ഇമേജിന്റെ സ്ഥാനവും അല്ലെങ്കിൽ ഇമേജിന്റെ ഫീച്ചേഴ്സും ഒക്കെ ഡിറ്റർമൈൻ ചെയ്യുന്ന നമ്മൾ റേ ഡയഗ്രം വരച്ചപ്പോ കണ്ടതല്ലേ? ഫോക്കൽ ലെൻസിന്റെ ഫോക്കൽ ലെങ്തും അതുപോലെ തന്നെ ആ ഒബ്ജക്റ്റ് എവിടെയാണ് ഇരിക്കുന്നതിനൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. അപ്പൊ അത് തമ്മിലുള്ള റിലേഷൻ ആണ് എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ലെൻസ് ഇക്വേഷൻ അല്ലെങ്കിൽ ലെൻസ് സമവാക്യം എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇക്വേഷൻ? 1/f is equal to 1/v minus 1/u. മനസ്സിലായല്ലോ? 1/f is equal to 1/v minus 1/u. നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക കേട്ടോ. F എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്. U എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ടു ദ ഒബ്ജക്റ്റ്, ഒബ്ജക്റ്റിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലെങ്കിൽ ഒബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയാം. V എന്ന് പറഞ്ഞിരിക്കുന്ന ഡിസ്റ്റൻസ് ടു ഇമേജ്, ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ്. ഈ ഇക്വേഷൻ നമുക്ക് എളുപ്പത്തിൽ ഇങ്ങനെ എഴുതാം. പ്രോബ്ലം ഒക്കെ ചെയ്യുമ്പോൾ റെസിപ്രോക്കൽ എടുത്ത് ചെയ്യാൻ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം. F is equal to UV divided by U minus V. ഈ ഇക്വേഷൻ പഠിച്ചിരിക്കാം. അപ്പൊ നമ്മൾ ഫോക്കൽ ലെങ്ത് കണ്ടുപിടിക്കുന്ന ഒരു ഇക്വേഷൻ കണ്ടു അല്ലെ? ലെൻസ് ഇക്വേഷൻ ഏതാണ്? 1/f is equal to 1/v minus 1/u ആണ്. ഇവിടെ മൈനസ് ആണെന്ന് പ്രത്യേകം ഓർത്തോണം കേട്ടോ. ഇതാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? ലെൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി ഇവത്തിൽ നമുക്ക് വേണമെന്ന് V കണ്ടുപിടിക്കാൻ ചോദിക്കാം. അപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഷോർട്ട് ആയിട്ട് നമുക്ക് എങ്ങനെ ഇക്വേഷൻ എഴുതായിരുന്നു? F is equal to എങ്ങനെയാണ്? UV divided by U minus V നമ്മൾ എഴുതിയായിരുന്നു അല്ലെ? UV divided by U minus V നമ്മൾ എഴുതി. അപ്പൊ ഇതാണ് ഇച്ചിരി എളുപ്പം ചെയ്യാൻ. ഇനി സപ്പോസ് V ആണ് കണ്ടുപിടിക്കാൻ ചോദിച്ചത്. ഇപ്പൊ ഇവിടെ F അല്ലേ കണ്ടുപിടിക്കാൻ ചോദിച്ചു. ഇനി V ആണ്, അതായത് ഇമേജിലേക്കുള്ള ദൂരമാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ എങ്ങനെയും ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച് ചെയ്യണം. അതായത്
1/v ആക്കുക. 1/v ഇസ് ഈക്വൽ ടു എങ്ങനെ വരും? 1/f ഇത് ഇപ്പുറത്തോട്ട് പോകുമല്ലോ, അപ്പൊ എന്താവും? പ്ലസ് ആവും. 1/f പ്ലസ് 1/u ആവും. ക്ലിയർ ആയല്ലോ? ഇക്വേഷൻ ക്ലിയർ ആയല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ ഈ ഒരു ഫോർമാറ്റിൽ എങ്ങനെ എഴുതാം? വിയുടെ ഫോർമാറ്റിൽ എഴുതുകയാണെങ്കിൽ എങ്ങനെ എഴുതാം? v ഇസ് ഈക്വൽ ടു എഴുതാൻ സാധിക്കും. ഇതെങ്ങനെ ശരിക്കും ചെയ്യുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞില്ല, ഞാൻ മുമ്പ് കാണിച്ചതുപോലെ തന്നെ അത് u പ്ലസ് എഫ് ഡിവൈഡ് ബൈ എഫ് യു എന്ന് വരും. ദാറ്റ് ഈസ് 1/v എന്ന് പറഞ്ഞാൽ. അപ്പൊ എങ്ങനെയാണ് v എങ്ങനെയായിട്ട് എഴുതാം? റെസിപ്രോക്കൽ, അതായത് എഫ് യു ഡിവൈഡ് ബൈ യു പ്ലസ് എഫ്, അല്ലെങ്കിൽ യു എഫ് ഡിവൈഡ് ബൈ യു പ്ലസ് എഫ് എന്ന് എഴുതാം. അപ്പൊ എങ്ങനെ എഴുതാം? വിയുടെ ഇക്വേഷൻ എഫ് യു ഡിവൈഡ് ബൈ യു പ്ലസ് എഫ്. ഇനി അടുത്ത കേസ് നമുക്ക് യു കണ്ടുപിടിക്കാൻ ചോദിച്ചിരിക്കാന്ന് വിചാരിച്ചു, അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ ചോദിച്ചു. അപ്പൊ അങ്ങനെയാണെങ്കിൽ എങ്ങനെ ഇക്വേഷൻ എഴുതാം? ഈ ഒരു ഇക്വേഷൻ അല്ലേ, ഈ ഒരു ഇക്വേഷൻ ആണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. അതിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? യു കണ്ടുപിടിക്കണം. അപ്പൊ എങ്ങനെ എഴുതാം? ഇതിനെ 1/u ഫോർമാറ്റിലേക്ക് എഴുതുമ്പോൾ 1/u നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും, പോസിറ്റീവ് ആണെന്ന് വിചാരിച്ചു. അത് പോസിറ്റീവായി ദാറ്റ് ഈസ് ഈക്വൽ ടു 1/v റൈറ്റ് സൈഡിൽ ഓൾറെഡി കിടപ്പുണ്ട്. 1/v മൈനസ് ഇത് ഇങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 1/f ആവും. അത് ഇതുപോലെ നമ്മൾ ചെയ്യുക. എഫ് മൈനസ് വി ഡിവൈഡ് ബൈ വി എഫ് എന്ന് വരും, ഇല്ല വി എഫ് എന്ന് വരും. അതായത് 1/u ആണ്. അപ്പൊ യു എന്ന് പറഞ്ഞിരിക്കുന്നത് എങ്ങനെ എടുക്കാം? വി എഫ് ഡിവൈഡ് ബൈ എഫ് മൈനസ് വി എന്ന് വരും. മനസ്സിലായല്ലോ? അപ്പൊ അങ്ങനെ ആവുകയാണെന്നുണ്ടെങ്കിൽ യു നമുക്ക് കണ്ടുപിടിക്കണം. അതായത് ഒബ്ജക്റ്റ് ഡിസ്റ്റൻസ്, ഒബ്ജക്റ്റിലേക്കുള്ള ദൂരമാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതെങ്കിൽ എങ്ങനെ എഴുതാൻ സാധിക്കും? എഫ് ബി ഡിവൈഡ് ബൈ ഇങ്ങനെയാണ് എഫ് മൈനസ് വി എന്ന് എഴുതാം. ശരിക്കും ആ ഒരു ഇക്വേഷൻ പഠിച്ചാൽ ലെൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞിരിക്കുന്ന ഏതാണ്? ലെൻസ് ഇക്വേഷൻ ഇതാണ്. ഇതിൽ നിന്നാണ് ഇതെല്ലാം കണ്ടുപിടിച്ചു കേട്ടോ. അപ്പം ഇതിങ്ങനെ പഠിച്ചു നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി എളുപ്പമായിരിക്കും എന്ന് തോന്നുന്നു കേട്ടോ. എഫ് ഈസ് ഈക്വൽ ടു യു വി ഡിവൈഡ് ബൈ യു മൈനസ് വി ആണ്. ബി ഈസ് ഈക്വൽ ടു വി വരുമ്പം എഫ് യു വരണം, മറ്റു രണ്ടെണ്ണമാണ് എഫ് യു ഡിവൈഡ് ബൈ യു പ്ലസ് എഫ് നോക്കുക. ഇവിടെ പ്ലസ് ആണ് വരുന്നത് നോക്കുക. ഇനി യു ആണ് കണ്ടുപിടിക്കണമെങ്കിൽ എഫും വിയും വേണം, എഫ് മൈനസ് വി എന്ന് ഓർക്കുക. അപ്പൊ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. The focal length of a convex lens is 20 centimeter. An object of height 3 centimeter is located at a distance of 60 centimeter from its optic center on the optic axis. Calculate the height of the image. What are the characteristics of the image obtained? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു കോൺവെക്സ് ലെൻസ് ആണല്ലേ. കോൺവെക്സ് ലെൻസിന്റെ ഫോക്കൽ ലെങ്ത് ഇവിടെ തന്നിട്ടുണ്ട്, അതായത് എഫ് തന്നിട്ടുണ്ട്. എത്രയാണ്? 20 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്. കോൺവെക്സ് ലെൻസ് ആണ്. അപ്പൊ നിങ്ങൾ അറിഞ്ഞിരിക്കണം, കോൺവെക്സ് ലെൻസിന് എങ്ങനെയാണ്? ഫോക്കൽ ലെങ്ത് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ ആണല്ലോ? ദെൻ പിന്നെന്താണ്? ആൻഡ് ഒബ്ജക്റ്റ് ഓഫ് ഹൈറ്റ് അല്ലെ, ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് തന്നിട്ടുണ്ട്. ഹൈറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് തന്നിട്ടുണ്ട്. എത്രയാണ്? 3 സെന്റിമീറ്റർ ആണ്. അത് പോസിറ്റീവ് ആണ്, നമുക്കറിയാം. ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് എപ്പോഴും പോസിറ്റീവ് ആയിരിക്കും. Then which is located at a distance of 60 centimeter from its optic center. ഒപ്റ്റിക് സെന്ററിൽ നിന്നും ഇല്ല എന്താണ്? പ്രകാശിക കേന്ദ്രത്തിൽ നിന്നും 60 സെന്റിമീറ്റർ അകലെയായിട്ട് ഒബ്ജക്റ്റ് ഇരിക്കുന്നു. അതായത് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, വസ്തുവിലേക്കുള്ള അകലം തന്നിട്ടുണ്ട് 60 സെന്റിമീറ്റർ ആണ്. കോൺവെക്സ് ലെൻസ് ആണ്. വസ്തുവിലേക്കുള്ള അകലം നമ്മൾ എപ്പോഴും എങ്ങനെയാണ് എടുക്കുന്നത്? നെഗറ്റീവ് ആയിരിക്കും. നെഗറ്റീവ് ആക്സിസിലാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നെഗറ്റീവ് വാല്യൂ ആയിരിക്കും വരുന്നത്. ക്ലിയർ ആയല്ലോ? അതായത് ഇൻസെൻട്രേക്ക് ഓപ്പോസിറ്റ് ആയതുകൊണ്ട് നമ്മൾ നെഗറ്റീവ് ആയിട്ട് എടുക്കും. ഇനി എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് കണ്ടുപിടിക്കണം. എന്തൊക്കെയാണ്? എച്ച് ഐ കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ വാട്ട് ആർ ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി ഇമേജ് ഒബ്റ്റെയിൻഡ്. അവിടെ കിട്ടുന്ന ഇമേജ് ഉണ്ടല്ലോ, അതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നമ്മൾ എഴുതണം. മനസ്സിലായല്ലോ? അപ്പൊ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആ ഇമേജ് എവിടെയാണ് ഇരിക്കുന്നത് നമുക്ക് കണ്ടുപിടിക്കണ്ടേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ ഇമേജ് എവിടെയാണെന്നുണ്ടെങ്കിൽ ഇമേജ് ഡിസ്റ്റൻസ് കൂടെ നമ്മൾ കണ്ടുപിടിക്കണം അല്ലെ, എങ്കിലല്ലേ ആ ഇമേജ് ഹൈറ്റ് നമുക്ക് എത്രയാന്ന് കണ്ടുപിടിക്കാൻ സാധിക്കത്തുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പം ഇമേജ് ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കുക. എഫും യുവും തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ ഏതാണ് ഇക്വേഷൻ? നമ്മുടെ ബേസിക് ഇക്വേഷൻ 1/f ഈസ് ഈക്വൽ ടു 1/v മൈനസ് 1/u ആണ്. അതിൽ നിന്ന് നമുക്ക് 1/v ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ദാറ്റ് ഈസ് 1/f പ്ലസ് 1/u ആണ്. നമുക്ക് എളുപ്പത്തിൽ എഴുതാലോ. b ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? uf ഡിവൈഡഡ് ബൈ u പ്ലസ് എഫ്. ഈ ഇക്വേഷൻ ഉപയോഗിച്ച് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു u എത്രയാണ്? -60 ആണ്. എഫ് എന്ന് പറഞ്ഞിരിക്കുന്നത് 20 ആണ്. ഡിവൈഡഡ് ബൈ -60 പ്ലസ് 20. ഇവിടെ എത്ര വരും? -1200 എന്ന് വരും അല്ലേ? ഡിവൈഡ് ബൈ ഇവിടെ എന്താണ് വരുന്നത്? -14 വരും. മൈനസ് മൈനസ് ക്യാൻസൽ ആയപ്പോ ഇവിടുത്തെ ഒരു സീറോയും ക്യാൻസൽ ആയിപ്പോ പിന്നെ എത്രയാണ് വരുന്നത്? 30 വരും അല്ലേ? അതായത് +30. ബിയുടെ വാല്യൂ നമുക്ക് അവിടെ കിട്ടി, +30 കിട്ടി. അതായത് ഇമേജ് ഡിസ്റ്റൻസ് എത്രയാണ്?
30 സെന്റിമീറ്റർ എന്നാണ് കിട്ടിയത്. അത് ഇമേജ് ഡിസ്റ്റൻസ് 30 സെന്റിമീറ്റർ എന്ന് പറയുമ്പോൾ അത് എവിടെയായിരിക്കും? റൈറ്റ് സൈഡിലായിരിക്കും അല്ലേ? അതായത് കോൺവെക്സ് ലെൻസ് ഇങ്ങനെ ഇരിക്കുന്നു, കോൺവെക്സ് ലെൻസിന്റെ ഈ സൈഡിലായിട്ടായിരിക്കും നമുക്ക് ഇമേജ് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ അതായത് പോസിറ്റീവ് വാല്യൂ ആയതുകൊണ്ട്. ക്ലിയർ ആയല്ലോ? അപ്പം ഇമേജിന്റെ ഡിസ്റ്റൻസ് പോസിറ്റീവ് വാല്യൂ ആണ്. അപ്പൊ നമുക്ക് അതിന്റെ സവിശേഷതകളും പറയാം ഇല്ലേ? അതിന് മുന്നേ നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഹൈറ്റ് ഓഫ് ദി ഇമേജും കണ്ടുപിടിക്കണം അല്ലെ? ഇമേജിന്റെ ഹൈറ്റ് ആണ് നമ്മളോട് ആദ്യമേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ അത് കണ്ടുപിടിക്കണം. അപ്പൊ ഇമേജിന്റെ ഹൈറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് വിയും യു ഉണ്ട് ഇല്ലേ? പിന്നെന്താണ്? ഒബ്ജക്റ്റിന്റെ ഹൈറ്റും ആണ് ഉള്ളത് അല്ലേ? അപ്പൊ നമുക്ക് മാഗ്നിഫിക്കേഷൻ കണ്ടുപിടിക്കാമല്ലോ. മാഗ്നിഫിക്കേഷൻ നമുക്ക് കണ്ടുപിടിക്കാം. മാഗ്നിഫിക്കേഷൻ m = v/u വെച്ച് കണ്ടുപിടിക്കാം ഇല്ലേ? v എന്ന് പറഞ്ഞാൽ 30 ആണ്, u എന്ന് പറഞ്ഞിരിക്കുന്നത് -60 ആണ് അല്ലെ? അപ്പൊ എത്രയാണ് വരുന്നത്? ദാറ്റ് ഈസ് ഈക്വൽ ടു -1/2 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു -0.5 എന്ന് വരും. അപ്പൊ മാഗ്നിഫിക്കേഷന്റെ വാല്യൂ നെഗറ്റീവ് വന്നു ഇല്ലേ? നെഗറ്റീവ് വന്നു. എന്താണ്? ഒന്നിനേക്കാളും കുറവാണ്. അത് മനസ്സിലായി. ഇനി നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹൈറ്റ് ഓഫ് ദി ഇമേജ് ആണല്ലോ കണ്ടുപിടിക്കുന്നത്. അതായത് HI ആണ് നമുക്ക് അവിടെ കണ്ടുപിടിക്കേണ്ടത് ഇല്ലേ? HI കണ്ടുപിടിക്കണമെങ്കിൽ നമുക്ക് മാഗ്നിഫിക്കേഷന് മറ്റൊരു ഇക്വേഷൻ അറിയാമല്ലോ. m = HI / HO ആണ്. അതിൽ നമുക്ക് HI എഴുതാമല്ലോ. HI = m × HO എന്ന് എഴുതാം ഇല്ലേ? m നമുക്കിവിടെ കിട്ടി -0.5 ഇല്ലേ? -0.5 എന്ന് കിട്ടി. ഹൈറ്റ് ഓഫ് ദി ഒബ്ജക്റ്റ് എത്രയാണ്? 3 ആണ് വന്നത് ഇല്ലേ? അപ്പൊ എത്ര കിട്ടും? ദാറ്റ് ഈസ് ഈക്വൽ ടു -1.5 എന്ന് വരും ഇല്ലേ? -1.5 സെന്റിമീറ്റർ. അതായത് ഹൈറ്റ് ഓഫ് ദി ഇമേജിന്റെ ഹൈറ്റ് എത്രയാണ്? -1.5 സെന്റിമീറ്റർ ആണ് അല്ലേ? എനിക്ക് ഒബ്ജക്റ്റിന്റെ ഹൈറ്റ് ഇവിടെ എത്രയാണ് വന്നത്? 3 സെന്റിമീറ്റർ ആണ്. ഇമേജിന്റെ ഹൈറ്റ് ഇവിടെ എത്രയാണ് വന്നത്? -1.5 ആണ്. മൈനസ് വരുമ്പോൾ താഴെയാന്ന് നമുക്കറിയാം. 1.5 ആണ് വന്നത്. അതായത് ഒബ്ജക്റ്റിന്റെ ഹൈറ്റിനേക്കാളും കുറവാണ് ഇവിടെ ഇമേജിന്റെ ഹൈറ്റ്. അപ്പൊ നമുക്ക് ഫീച്ചേഴ്സ് പറയാമല്ലോ. ഫീച്ചേഴ്സ് നമുക്ക് എങ്ങനെ പറയാം? വസ്തുവിന്റെ പൊസിഷൻ എവിടെയാണ്? 30 സെന്റിമീറ്റർ ആണ്. നമുക്കറിയാം ഫോക്കൽ ലെന്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്, ഫോക്കൽ ലെന്ത് ഇവിടെ സപ്പോസ് ഇവിടെയാണെന്ന് ചോദിച്ചാൽ 20 സെന്റിമീറ്റർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഫോക്കൽ ലെന്തിനേക്കാളും കൂടുതലല്ലേ ഇമേജ് ഡിസ്റ്റൻസ് വന്നത് ഇല്ലേ? നമുക്കറിയാം എഫ് ഇവിടെയാണ്, 2f വരുവാണെങ്കിൽ 40 വരും. അപ്പൊ അതിന്റെ രണ്ടിന്റെ ഇടയ്ക്കായിരിക്കുമല്ലോ 30 എന്ന് പറഞ്ഞിരിക്കുന്ന വാല്യൂ. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? അപ്പൊ നമുക്ക് പൊസിഷൻ ഇവിടെ പറയാം. പൊസിഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ ബിറ്റ്വീൻ ഇല്ലേ? പൊസിഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്? ബിറ്റ്വീൻ എഫ് ആൻഡ് 2f എന്ന് പറയാം പൊസിഷൻ. പിന്നെ എങ്ങനെയാണ്? ഡിമിനിഷ്ഡ് ആണ് ഇല്ലേ? ഡിമിനിഷ്ഡ് ആണ്. ദെൻ പിന്നെന്താണ്? ഇൻവേർട്ടഡ് ആണ് ഇല്ലേ? തലകീഴായതാണ്. പിന്നെ അത് കിട്ടുന്ന എങ്ങനെയായിരിക്കും? റിയലും ആയിരിക്കും ഇല്ലേ? യഥാർത്ഥവുമായിരിക്കും. ഇൻവേർട്ടഡ് ആയിട്ടുള്ള ഇമേജും ആയിരിക്കും അവിടെ കിട്ടുന്നത്. മനസ്സിലായല്ലോ? ഇതാണ് ആൻസർ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഇതേപോലെ സ്റ്റെപ്പുകൾ നിങ്ങൾ എഴുതി വെക്കുക. ഇതേപോലെ തന്നെ കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ ഫുൾ മാർക്ക് നമുക്ക് അവിടെ കിട്ടും കേട്ടോ.